ചേട്ടന്റെ പേര് എനിക്ക് ആദ്യം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത് അമിത് മോഹൻ രാജേശ്വരി. അമിത് മോഹൻ എന്ന് പറഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിൽ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അമിത് മോഹൻ MR എന്ന് പറഞ്ഞ് വീണ്ടും മോഹനും കിടക്കുന്നുണ്ട്, രാജേശ്വരിയും കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എമ്മ മാറ്റിയിട്ട് രാജേശ്വരിയും എടുത്ത് ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. അങ്ങനത്തെ വല്ല ഇൻസിഡന്റും വീട്ടിൽ നടന്നിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ എന്തിനിടെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഇതിനേക്കാളും വീട്ടുകാർക്ക് ഒരു വാഴ വെച്ചാൽ പോലെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം. ഒരാളോട് കുഴപ്പിക്കാൻ ഒരു ചോദ്യം ചോദിച്ചു, കേട്ടോണ്ട് അയാള് കിണറ്റിലെടുത്ത് ചാടി. എന്തിനാ? വല്ലാത്തൊരു അഹങ്കാരം തന്നെ അവര്. ഭയങ്കര ചോദ്യങ്ങൾ കേട്ടാ. ഓ എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോടല്ലേ. ഇത് ഞാൻ വെറും ഒരു തോൽവിയാണല്ല, അറിയല്ലേ തറ ലെവലിൽ വരില്ലേ തോൽവിയാണെന്ന് മനസ്സിലായി. ഹായ് ഹലോ, വെൽക്കം ടു ടേണിംഗ് പോയിന്റ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അമിത് മോഹൻ രാജേശ്വരിയാണ്. ഒറ്റ സിനിമയിലൂടെ ഫേമസ് ആയ ഒരു താരമാണ് നമ്മുടെ കൂടെ ഉള്ള അമിത്. ഹായ്, വെൽക്കം ടു ദ ഷോ. ചേട്ടന്റെ പേര് എനിക്ക് ആദ്യം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നുന്നത് അമിത് മോഹൻ രാജേശ്വരി. കോമൺ ആയിട്ട് അമ്മയുടെ പേര് ചേർക്കും നമ്മൾ കാണാറില്ല. പക്ഷെ ഇത് ചേട്ടൻ ജനിച്ചപ്പോ തന്നെ ആരുടെ ഐഡിയ ആയിരുന്നു ഇങ്ങനെ ഇടണം എന്ന്, അമ്മയുടെ പേരോട് ആഡ് ചെയ്യണം? അദ്ദേഹം പറയുന്നത് എന്റെ ഒഫീഷ്യൽ നെയിം അമിത് മോഹൻ MR എന്നാണ്. അപ്പോൾ അമിത് മോഹൻ മോഹനേന്ദ്രൻ രാജേശ്വരി എന്നാണ് കിടന്നത്. അപ്പൊ ഞാൻ 2010 വർക്ക് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയത്ത് അമിത് മോഹൻ എന്ന് പറഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിൽ അടിച്ചു നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് അമിത് മോഹൻ MR എന്ന് പറഞ്ഞ് വീണ്ടും മോഹനും കിടക്കുന്നുണ്ട്, രാജേശ്വരിയും കിടക്കുന്നു. അപ്പൊ ഞാൻ എമ്മ മാറ്റിയിട്ട് രാജേശ്വരിയും എടുത്ത് അതൊരു നെയിം ആക്കി മാറ്റിയതാണ്. പക്ഷെ അത് സ്ട്രൈക്കിംഗ് ആണ്, കാരണം അത് നമ്മൾ നോട്ട് ചെയ്യും. ആ ഒരു അമിത് മോഹൻ രാജേശ്വരി ശരിക്കും നോട്ട് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ചേട്ടന്റെ ആക്ടിങ് നമുക്കറിയാം, ചേട്ടന്റെ ആക്ടിങ് കരിയർ അറിയാം. ഏത് വാഴ സിനിമ എന്ന് വെച്ചാൽ മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. അതിന്റെ കൂടെ തന്നെ ചേട്ടന് ഡയറക്ഷൻ ചെയ്തെന്ന് ഒത്തിരി പേർക്കും അറിയത്തില്ല. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നമ്മുടെ സന്തോഷ് സിമിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അതെങ്ങനെയാ അതിന്റെയൊക്കെയുള്ള വരവ്? ഞാൻ പണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ അന്ന് പോകുന്ന കാലം തൊട്ടേ എനിക്ക് നമ്മൾ കൊച്ചിലെ വീട്ടുകാർ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് ഡയറക്ടറാണ് ഒരു സെറ്റ് കൺട്രോൾ ചെയ്യുന്നത്, പരിപാടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ പുള്ളിയാണ് കിടിലം, പുള്ളി ആയാൽ നൈസ് ആയിരിക്കും ആക്ടറിനേക്കാളും. അങ്ങനെ എനിക്ക് ബേസിക്കലി മേക്കിങ്ങിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അങ്ങനെ ആ ഇൻട്രസ്റ്റ് തോന്നി ഓക്കെ നമുക്ക് ഒരു വർക്ക് ഒരുപാട് ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് വർക്കുകൾ കൊച്ചിൽ ചെയ്തത് കൊണ്ടായിരിക്കാം ഭൂരിഭാഗം നമ്മൾ സ്കൂളിൽ പോയതിനേക്കാളും കുറേ കൂടെ സെറ്റുകളിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇപ്പോൾ സീരിയലായാലും സിനിമയായാലും എല്ലാം അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ സെറ്റിനോട് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ബേസിക്കലി അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് മേക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ പയ്യെ അതിലോട്ട് പോയി. 2010 ആയപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ദിവസം കഴിച്ച് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവന്മാരത്ത് എനിക്കിങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹം പറയുമ്പോഴത്തേക്ക് അവന്മാരെല്ലാം കൂടെ നമുക്കെല്ലാവർക്കും കൂടെ ചെയ്യാടെ എന്ന് അവന്മാരുടെ ഐഡിയ ഉണ്ട്. ഭാഗ്യത്തിൽ കൂട്ടുകാരൻ ഒരുത്തിൻ്റെ കയ്യിൽ ഒരു Canon 60D എന്തൊരു ക്യാമറ അവൻ വാങ്ങിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവനും ഭയങ്കര ആവേശമായിരുന്നു, ഞാൻ ക്യാമറ ചെയ്യാം, നമുക്ക് പരിപാടി പിടിക്കാം. അപ്പോൾ അങ്ങനെ അതിലോട്ട് എത്തിപ്പെട്ടതാണ്. പിന്നെ അങ്ങനെ ഒരുപാട് നാൾ വർക്ക് ചെയ്ത് നടന്നു. ബേസിക്കലി അങ്ങനെ എനിക്കൊന്നൊരു 2010 തൊട്ടൊരു 17 വരെ ഇൻഡിവിജ്വലി ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ പണിയും ചെയ്തിട്ടുണ്ട്. ക്യാമറ അസിസ്റ്റൻ്റായിട്ട് പോയിട്ടുണ്ട്, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് നോക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട്. അഭിനയം ആ കാലഘട്ടത്തിൽ നോക്കിയിട്ടില്ല, അങ്ങനെ 2016-17 ആയപ്പോഴത്തേക്ക് ഒരു റൈറ്റിംഗ് പ്രോസസ്സിനിടയിൽ സന്തോഷ് സാറിനെ മീറ്റ് ചെയ്തു. അങ്ങനെ ഒരു അതും റാൻഡംലി സാറ് ജാക്കഞ്ചേരി ഷൂട്ട് നടക്കുന്ന സമയത്ത് ഷൂട്ട് കമ്മിറ്റ് ആകാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ റൈറ്റിംഗ് പ്രോസസ്സ് നടക്കുന്ന പരിപാടിയിൽ എവിടെയൊക്കെയോ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ എനിക്ക് എൻ്റെ ഭാഗ്യത്തിനെന്തോ എനിക്ക് ആ സമയത്ത് ഞാൻ പണ്ട് ചെയ്ത ഒരു ഫുട്ടേജസ് എല്ലാം കൂടെ കട്ട് ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരു എഡിറ്റർ ചുമ്മാ ഇരിക്കട്ട് എന്ന് പറഞ്ഞ് ഷോ റീലും എനിക്ക് കട്ട് ചെയ്ത് അയച്ചത്. എനിക്കും എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാത്ത ഒരു ഡിലമ പൊസിഷൻ ഉണ്ടായിരുന്നു ലൈഫിൽ. ഞാൻ വെറുതെ സാറിന് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു സാർ എന്തെങ്കിലും അഭിനയിക്കാൻ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമെന്ന് ചോദിച്ചു. സാർ പറഞ്ഞു ആദ്യത്തെ 2 ദിവസം റിപ്ലൈ ഒന്നും വന്നില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ പാളി. എന്നാലും അയക്കാൻ നേരത്ത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എടാ ഇത് അയക്കണോ വേണ്ടേ, കാര്യം നമ്മൾ വേറെ ആർക്കും അല്ല അയക്കണം സന്തോഷം സാറിനാണ് അയക്കണത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഫാമിലി ഡയറക്ടർ നിതീഷ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ നിതീഷിൻ്റെ അടുത്തുണ്ട് അയക്കണ ബാഗ് എന്ത് നഷ്ടപ്പെടാം, കൂടി പോയാൽ മെസ്സേജ് കാണൂല, നമുക്കെന്ത് നഷ്ടപ്പെടാതിരിക്കും. അവർ അങ്ങനെ അയച്ചു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സാറിൻ്റെ വിളി വന്നിട്ട് പറഞ്ഞു ഒരു പരിപാടിയുണ്ട് വന്ന് അഭിനയിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അസോസിയേറ്റ് മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് അത് എന്താ അതിനിടയിൽ സംഭവിച്ചെന്നില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് എൻ്റെ അടുത്ത് സാറ് വീണ്ടും വിളിച്ചിട്ട് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് ചോദിച്ചു നമുക്ക് ഡയറക്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡയറക്ഷൻ ഉണ്ട്, ഇവിടെ എൻ്റെ നിങ്ങൾ അറിയുന്ന ഒരാൾ ഈ ടീമിലുണ്ട്, അപ്പോൾ അമിത് ഡയറക്ഷനിലും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അമിത് ആരെങ്കിലും അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അസിസ്റ്റ് ചെയ്യുന്നില്ല, ചോദിച്ചാരും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എന്നെ അസിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 100% ചെയ്യും, എന്ത് പ്രശ്നം, എനിക്ക് ലോട്ടറി അടിച്ചോലെ. അങ്ങനെയാണ് സാറിൻ്റെ കൂടെ കയറിയത്. രണ്ടും നല്ല
പരിപാടിയാണ്. സുഖം കൂട്ടത്തിൽ ഏറ്റവും ചോദിച്ചാൽ മേ ബി എനിക്ക് അഭിനയിക്കാം. അഭിനയായിരിക്കും. കാര്യം വേറൊന്നും കൊണ്ടല്ല, Tension അഭിനയം നമ്മൾ ഒരിക്കൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഡബിങ് ഫേസിൽ നമ്മൾ അതിന്റെ പരിപാടി, അഭിനയം എളുപ്പ പണിയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അതിന്റെ ആ ഫേസിൽ ബാക്കി എനിക്കൊന്ന് നമ്മളൊരു ബാക്ക് എൻഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ പടം അല്ലെങ്കിൽ ആ ചെയ്യുന്ന ഏത് വർക്കാണോ അത് ഇറങ്ങുന്നവരെ നമുക്കതിന്റെ പിറകെ നിൽക്കണം. ആ ടാസ്ക് നമ്മൾ എടുക്കേണ്ടി വരില്ല ചിലപ്പോൾ. അഭിനയത്തിൽ എനിക്കൊന്നും നമ്മൾ ചെല്ലുമ്പോഴും നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും നോക്കാനും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു അഭിനയിക്കാൻ വന്ന ഒരാളാണ്, അയാൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് അങ്ങനെ നോക്കാൻ ആൾക്കാരുണ്ടാവും. മറ്റേതിന് അതുണ്ടാവില്ല, ഓടിക്കോണം. നമുക്ക് വാഴയിലേക്ക് വരാം. വാഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, മില്യൺ ബോയ്സിന്റെ കഥ എന്നൊക്കെ പറഞ്ഞു, ശരിയാ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. ഈ വാഴാന്ന് പേരുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക, നമ്മളിങ്ങനെ വീട്ടിലൊക്കെ പറയാറില്ലേ, ഓഫ് ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു, അങ്ങനത്തെ വല്ല ഇൻസിഡന്റും വീട്ടിൽ നടന്നിട്ടുണ്ടോ? അല്ല, അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോ സ്കൂളിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ, സ്വന്തം ഇന്നയൊക്കെ എന്തിനിടെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞു ഇതിനേക്കാളും വീട്ടുകാർക്ക് ഒരു വാഴ വെച്ചാൽ പോലെ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവാം. സിനിമ എന്ന് പറഞ്ഞ് നടക്കുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടോ ഇതല്ല വേറെ എന്തെങ്കിലും പൊക്കൂടുക? ഇല്ലില്ല. ആക്ച്വലി എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായില്ല. കാര്യം ഈ പറഞ്ഞ പോലെ കൊച്ചിലായാലും വീട്ടുകാർക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഈ ഒരു ഫീൽഡിനോട്. അപ്പോൾ നമ്മളെ കൊച്ചിലെ 100% നമ്മുടെ വീട്ടുകാരാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവർ അന്നോട്ടേ ഇതിനിങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരുന്നോണ്ടിരുന്നത്. എനിക്കൊന്ന് 2009 അച്ഛൻ മരിച്ചുപോയി. അത് കഴിഞ്ഞാലും അമ്മയോട് എനിക്ക് ഇതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും എതിരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, എന്നാ ഇഷ്ടമുള്ള പണി ചെയ്യട്ടെ. പക്ഷെ അവർക്ക് കുറച്ചുകൂടി ഞാൻ അഭിനയത്തിലോട്ട് നോക്കിയിരുന്നെങ്കിൽ എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ഞാൻ മേക്കിങ്ങിലോട്ടാണ് പോയത്. കറങ്ങി തിരിച്ച് അഭിനയത്തിലോട്ട് ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവര് ഹാപ്പിയാണ്. വാഴ 1 കഴിഞ്ഞു, ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്ന 2 സെക്കൻഡ് പാർട്ടാണ്. അല്ല, ഹാഷിദാൻ ടീം മെയിൻ ആണെന്ന് പറയുന്നു. ആണ്, അപ്പൊ അത് പറയാറായല്ലോ. അല്ല, അതാണ് അത് അനൗൺസ് ചെയ്ത കാര്യം, അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബാക്കി അതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ എപ്പോഴത്തേക്കും? ഫർദർ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റിംഗ് ഫൈനൽ സ്റ്റേജിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ മറ്റേ മ്യൂസിക്കിനുള്ള ഓഡിഷൻ കോളം എന്തൊക്കെ പരിപാടികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞതനുസരിച്ച് താമസിയാതെ കമ്മിറ്റ് ആവും. അത് ഏത് ടൈം ഫ്രെയിമിലാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതിന്റെ ഫൈനൽ സ്റ്റേജ് റൈറ്റിംഗിലാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പം വലിയ താമസിക്കാതെ പ്രതീക്ഷിക്കാം, എല്ലാരും കാത്തിരിക്കുന്ന ഒരു പാഠമാണ്. പിന്നെ കുറെ കാലത്തിന് മുമ്പ് ഒരു യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നോ? യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മേ ബി എനിക്ക് അത് നമ്മളൊരു ജിമെയിൽ അക്കൗണ്ട് തുറക്കുമ്പോൾ നോർമലി നമുക്ക് കിട്ടുന്നതാണെന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലാത്തത്. നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേറൊരു സ്ഥലം ഇല്ലാത്തിട്ട് യൂട്യൂബിൽ കയറുമ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നോർമലി അങ്ങനെയൊന്നും കുറെ എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സമയം യുവയുടെ മറ്റേ നെഞ്ചോട് ചേർത്ത്, അയ്യോ അത് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് വർക്ക് ചെയ്ത വർക്കാണ്. സ്ട്രൈക്കിംഗ് എന്താണെന്ന് സാധാരണ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാ ജസ്റ്റ് കപ്പിൾസിനെ വെച്ചു ചെയ്തു, പക്ഷെ അവിടെയും ഒരു മാറ്റമുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ ഈ പറയുന്ന എന്താ പറയാ സ്വർഗം ആ പരിപാടിയൊക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് 2013 നമ്മൾ ചെയ്തതാണ്. കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്നിട്ട് അവര് ഗേ കപ്പിളിനെ ഒരു ഈ പാട്ടില് മെയിൻ ആക്കാമെന്ന് വിചാരിച്ചതിന്റെ എന്താണ് അത് സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മയില്ല. വെറുതെ ഇരുന്നപ്പോഴത്തേക്ക് ബേബി എനിക്ക് തോന്നുന്നു അന്നൊരു പെൺകുട്ടിയെ ഇത് നമ്മൾ എല്ലാം ഞാൻ പറയില്ലേ ഫ്രണ്ട് സർക്കിളിൽ നടന്ന വർക്കുകളാണ് ഇത് മൊത്തം. എല്ലാം അതിൽ അഭിനയിച്ചിരിക്കുന്നത് എല്ലാം എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അവരാരും സിനിമയോടോ ഇതിനോടോ ഭയങ്കര എന്നെ പോലെ അല്ലെങ്കിൽ തോന്നി വന്നവരല്ല. അപ്പൊ ഒരു കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യൂടെ, എന്നാ പിന്നെ നമുക്ക് ഇങ്ങനൊരു കാര്യം പിടിച്ചാൽ വേറൊരാളെ തപ്പിപ്പോകാൻ പാടാണ്. നമുക്ക് അറിയില്ല, നമുക്ക് അവിടെ വിളിച്ചോണ്ടിട്ടുള്ള കാശ് കൊടുക്കാനും പറ്റില്ല, നമുക്ക് ഈ വർക്ക് കോസ്റ്റ് മാത്രമേ നോക്കാനും പറ്റുള്ളൂ. അപ്പൊ നോർമലി ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എന്തിനു വെറുതെ അങ്ങനെ പോകുന്നത്, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചൂടെ. ഞാൻ അറിഞ്ഞില്ല, എളുപ്പവഴി നോക്കിയതാണ്. പക്ഷെ ഞാൻ ഓർത്ത് കണ്ടിങ്ങനെ ഇല്ലല്ല അതങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്തേക്കാം എന്ന് വിചാരിച്ചല്ല. നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് എന്തുകൊണ്ട് അങ്ങനെ നോക്കിക്കൂടാ, അത് വേറൊരു മൂഡായിരിക്കാം. പക്ഷെ അന്നത്തെ കാലത്ത് വേറെ എന്ത് രീതിയിലാണ് അത് അക്സെപ്റ്റ് ചെയ്തത് പോലും എനിക്കറിയില്ല. ഇല്ല, അക്സെപ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എനിക്കറിയില്ല, ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മുടെ കാതൽ സിനിമയൊക്കെ ഇറങ്ങി ഇപ്പൊ നമുക്ക് റെലവന്റ്ലി അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ഞാൻ കണ്ടപ്പോ ഓക്വേർഡ്നെസ് ഒന്നും തോന്നില്ല, നല്ലൊരു റിയൽ റൊമാൻസ് നടക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ. കറക്റ്റ്, എക്സാക്ട്ലി. അതിലെ ഷോട്ട് ബൈ ഷോട്ട് 3000 രൂപയ്ക്ക് ചെയ്ത വർക്ക്, 3000 രൂപയ്ക്ക് എന്തോ അതിന്റെ വർക്ക് തീർത്ത്. അത്രേ ഉള്ളു, 3000 രൂപയുള്ളൂ അതിന്റെ കോസ്റ്റ്. കൂട്ടുകാരന്റെ വീട്ടിൽ പോകുന്നു, ക്യാമറ നമുക്ക് സ്വന്തമായിട്ടുണ്ട്, പിന്നെ എഡിറ്റ് ചെയ്യാൻ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ടാവും. അപ്പൊ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് കൂടി സംസാരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അതങ്ങ് നടന്നു പോകും. ആകെ ഷൂട്ട് കോസ്റ്റ്, അന്ന് ചെല്ലുന്ന ആ ദിവസം അവിടെ ഉണ്ടാകുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ. ചിലപ്പോൾ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വർക്കാണ്. വെറുതെ ഒന്നും ചെയ്യാതെ വെച്ച് പണ്ട് ചെയ്തു പോയത്.
ഇതിന്റെ ഭാഗമാണ് സ്ട്രഗിൾ പറയുന്നോണ്ട് കാര്യമില്ല. ഇതിൽ പണിയെടുക്കാം ചിലവര് ഭാഗ്യം കൊണ്ട് കയറുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല. ഉണ്ടാവാം, നമ്മളതിനെ കുറിച്ച് സംസാരിക്കുന്ന കാര്യമില്ല. ഇതിൽ പണിയെടുക്കുക അത്രേ ഉള്ളൂ. അതിനെ സ്ട്രഗിൾ ആയിട്ടൊന്നും കാണുന്നില്ല കാര്യമില്ല. എല്ലാ പണിക്കും അതിൻ്റെതായ പാടുണ്ടാവുമല്ലോ. നീ ചെയ്യുന്ന പണിക്കും ഉണ്ടാവില്ല പാട്. അതുപോലെ തന്നെ അതെല്ലാം ബാക്കിൽ അതെ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് നോർമലി ഉണ്ടോ. അപ്പൊ നമ്മൾ അത് ചെയ്ത് നമ്മൾ ഇഴഞ്ഞു സ്ട്രഗിൾ ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അതിലോട്ട് ഒരു ഭാഗമാണ്, വഴിയാണ്, പാത്താണ്. ഇനി ഫ്യൂച്ചറിൽ വരുന്ന എന്തൊക്കെയാണ് പ്രോജക്റ്റ്, ഏതൊക്കെയാണ് ഫ്യൂച്ചറിൽ? എനിക്കൊന്ന് ആദ്യം ഇക്കൊല്ലം ഇനി റിലീസാകാൻ വന്ന പെഡിറ്റേറ്റീവ് ആയിരിക്കും തോന്നുന്നു. ഷർഫിക്കയുടെ പ്രൊഡക്ഷൻ തന്നെയാണത്. പിന്നെ ഓടും കുതിര ചാടും കുതിര, ഫഹദ് അൽതഫിക ഡയറക്റ്റ് ചെയ്യുന്ന സാധനം, അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഡൊമിനിക് വേഫർ, അതന്നെ നസ്ലിൻ കല്യാണി പ്രിയർഷൻ ഒരു പ്രോജക്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ടൈറ്റിൽ എനിക്ക് അറിയത്തുള്ളൂ, മറ്റേതിൻ്റെ ടൈറ്റിലൊന്നും ആയിട്ടില്ല. പിന്നെ അർജുൻ്റെ കൂടെ ഞാൻ ഒരു സാധനം ചെയ്ത് വെച്ചു. ഇറങ്ങാൻ പോകുന്ന എല്ലാ പടത്തിലും ഉണ്ട്. ഒത്തിരി വന്ന് ആരെയും വെറുപ്പിക്കുന്നില്ല, ഇച്ചിരി കൊണ്ട് പിന്നെ നോക്കിയാണല്ലോ എത്ര ടൈം കിട്ടുന്നൊന്നും അല്ലല്ലോ. ഇല്ലല്ല, പരിപാടികൾ പരിപാടികളുണ്ട്, ഏതൊക്കെയോ ഇക്കൊല്ലം വരാനുണ്ട്. ആണ് ഇനിയിപ്പോ സഡൻലി ചെയ്യാൻ പോകുന്നത് ഇപ്പൊ അംഗം അട്ടാസ് എന്ന് പറഞ്ഞ് മാധവ് സുരേഷിന് ലീഡ് വരുന്ന പടമാണ്. അതാണ് ചെയ്യാൻ പോകുന്നത്. അതാണിപ്പോ സഡൻലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഈ സിനിമയുടെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സിനിമ എപ്പോഴും കാണത്തില്ലല്ലോ, ചില സമയം ഫ്രീ ടൈമും കിട്ടും. അപ്പൊ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഫ്രീ ടൈം? ഞാൻ ആക്ച്വലി ഇതിന്റെ ഈ പറയുന്ന പോലെ എല്ലാ പണിയും ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഗെയിമിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 2012 തൊട്ട് തന്നെ കോമ്പറ്റേറ്റീവ് ഗെയിമിങ് എൻ്റെ ഒരു പാർട്ടാണ് ലൈഫിൻ്റെ. അപ്പം ഞാൻ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ ഡിസംബറിൽ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഗെയിമർ തത്തമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഗെയിമർ തത്തമ്മ, അതാണ് അതിൻ്റെ പേര്. അതിൻ്റെ അകത്ത് ലൈവ് സ്ട്രീംസ് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ലാതെ കയറി വരുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഫ്രീ ടൈമിൽ നടക്കുന്നത്. ആണ്, ഗെയിമർ കൂടെയാണ്. പറ്റുന്ന എല്ലാ പരിപാടിയും ചെയ്യണം, അതാണ് ജീവിതം പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ കുറെ സംസാരിച്ചു. നമുക്ക് ഇനി കുറച്ച് ഫൺ പാർട്ട് ഗെയിമിലേക്ക് പോവാം. ഊരാക്കുടുക്ക അതൊന്ന് ഊരി ഇറങ്ങണം കേട്ടോ. ചേട്ടൻ വിടുക. കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിവ് പോലെ ഇരിക്കും കേട്ടോ. എന്റെ ബുദ്ധി വെച്ച് ഉണ്ടാക്കിയ കുറെ ചോദ്യങ്ങളാ, അതിനൊക്കെ ഉത്തരം പറയണം. കുസൃതി ചോദ്യങ്ങളാ, അത് കാരണം പേടിക്കാനൊന്നുമില്ല, നമ്മുടെ ലെവലാ. ചോദിക്കട്ടെ, അപ്പം അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ എന്ത് പറയും? ഒരുപാട് ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടത്തില്ല. അപ്പുറം ഇപ്പുറം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ അല്ല, അങ്ങനെ സാധാരണക്കാര് പറയും, നമ്മൾ ഇവിടെ പറയത്തില്ല. ഒരു ഇംഗ്ലീഷ് വാക്കാ. ഇംഗ്ലീഷ് വാക്കാ. അയ്യോ, കടുപ്പുണ്ടോ അതില്? കടുപ്പിക്കും ചിലപ്പോ. അപ്പുറവും ഇപ്പുറവും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, ഒറ്റ സിംഗിൾ വേർഡ് ആണ് ഇംഗ്ലീഷ് വാക്കാ. പിടിക്കപ്പെട്ട് എനിക്ക് അത്ര അതിനുള്ള ബുദ്ധിയില്ല. ശ്രദ്ധിച്ചു കേട്ടാലേ മനസ്സിലാവും. ഉത്തരാ ഞാൻ പറയാൻ പോകുന്നത്. ആണോ? പറഞ്ഞ നോക്കട്ടെ. അപ്രോപ്രിയേറ്റ്. ഓ എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാല്ലേ? ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. അയ്യോ, അപ്രോപ്രിയേറ്റ്. അങ്ങനെ ചിന്തിക്കാം, ശരിയാണ്. രാമു ക്യാരക്ടർ. രാമു ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗം കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. എന്തുകൊണ്ട്? രാമു ഒരു മരുന്ന് കഴിക്കുമ്പോൾ മരുന്നിന്റെ ഒരു ഭാഗം കളഞ്ഞിട്ടാണ് കഴിക്കുന്നത്. എന്തുകൊണ്ട്? രാമുവിന് അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം. മരുന്നിന്റെ ഭാഗം ഇഷ്ടമല്ല. ഇഷ്ടമല്ല ആൾക്കാർക്ക്. അതെന്താ അങ്ങനെ പെരുമാറണേ? രാമു ഒരു ഭാഗം അപ്പുറത്തും കളയണ്. എന്തുകൊണ്ട്? മരുന്നിന്റെ റാപ്പറാണോ? അങ്ങനെയൊന്നും അല്ലല്ലേ? ഞാൻ ഒരുപാട് ചിന്തിക്കണില്ലേ? അങ്ങനെ ചിന്ത കുറയ്ക്കൂ, നമ്മുടെ ലെവലിലേക്ക് റൗണ്ട് ടേബിളിൽ തറയാണ്, പക്ഷെ കിട്ടുന്നില്ല എനിക്കത്. അത് വരണില്ല വെളിയിലോട്ട്. ഒരു സൈഡ് കളഞ്ഞിട്ട് കഴിക്കുന്നു. വൺ സൈഡ് ആണെന്നാ? അല്ല, മരുന്നിന്റെ ഒരു സൈഡ് കളഞ്ഞിട്ട് കഴിക്കുന്നു. ഞാൻ പറഞ്ഞു. സൈഡ് എഫക്റ്റ് മാറ്റാം. ഓ എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോടല്ലേ? ഈ കളിയാണെങ്കിൽ ഇന്നിവിടെ ഞാൻ ഇരിക്കും. ഞങ്ങളുടെ ആഗ്രഹം അത് ഇരുത്തുകയെന്നുള്ളതാണല്ലേ? കൊള്ളാം. ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം എന്ത് ചെയ്യണം? മണി അടിക്കണോ? അല്ല, അങ്ങനെയല്ലേ സാറ്? അല്ല, ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം എന്ത് ചെയ്യണം? ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങണോ? ടിക്കറ്റ് ഒക്കെ എടുക്കാത്തവരും ഇറങ്ങാറുണ്ട്. അത് ശരിയാണ്. ബസ്സിൽ നിന്ന് ആദ്യം കണ്ടക്ടറോട് പറയണോ?
അല്ല സ്ഥലം എത്തുമ്പോഴത്തേക്ക് നിർത്തൂലേ? ചുമ്മാ നിർത്താൻ എന്താ, ബസ് സ്റ്റോപ്പ് നിർത്തുകയൊക്കെ ചെയ്യാം, അതൊക്കെ പിന്നത്തെ കാര്യം. ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇറങ്ങാനുള്ള സ്ഥലം പറയണം, അങ്ങനെയല്ലോ? അങ്ങനെയല്ലേ? ബുദ്ധി ഉപയോഗിക്കാതെ ബസ്സിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഒന്നുമില്ല, ബസ്സിൽ കയറാം. ഓ ഷിറ്റ്, അങ്ങനെയൊക്കെയാണ്. എങ്ങനെയാണ് ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത്? ഇത് ഞാൻ വെറും ഒരു തോൽവിയാണല്ല, തറയല്ല, തറ ലെവലിൽ വരില്ലേ തോൽവിയാണെന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അത് കുഴപ്പമില്ല, ആ കൊള്ളാം. പെട്ടെന്ന് വിടത്തില്ല, ഇനിയുണ്ട്. ഇനിയുണ്ടോ അമ്മേ? നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചിട്ട് എന്തിനാ? ഏറ്റവും കൂടുതൽ ഭാരം എടുക്കാൻ കഴിവുള്ള പക്ഷി. പക്ഷി, ബേർഡ്. ഒരുപാട് മറ്റേ ലോജിക്കലി ചിന്തിക്കൊന്നും വേണ്ട. ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷി ഒന്നുമല്ല ചേട്ടാ, നമ്മള് ഇംഗ്ലീഷ് വേർഡ് ചിന്തിക്കുക. പക്ഷികളുടെ പേര് ആലോചിക്കുക, ഒരു ഇംഗ്ലീഷ് വേർഡാണ് ആലോചിക്കുക. ഇംഗ്ലീഷ് വേർഡും കുറച്ച് മെഷീനും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുന്നെങ്കിലും ഒക്കെ. കുറച്ച് മെഷീനാ? മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇനി എന്തെങ്കിലും പറയാ, ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അയ്യോ, ആ ജീവിയുടെ എന്താണ് ഇംഗ്ലീഷ് നെയിം? ജീവിയല്ല, അല്ല ആ കിളിയുടെ. അയ്യോ, കൊക്കിന്റെ എന്തിനാണ്? അതെന്താണ്? അയ്യോ, 5 ലെറ്റർ ഉള്ളൂ. അയ്യോ, കൊക്കിന് എന്താണ്? ക്രെയിൻ. ഇനി അടുത്ത്, കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള ബന്ധം എന്താ? കോവിഡും ചപ്പാത്തിയും തമ്മിലുള്ള പരത്താനാ? മറ്റത് പകരും, അല്ല പടരും. അയ്യോ, ആരാ? ഏത് കിട്ടി? ഏത് പരത്തും? അത് തന്നെയാണ് പൊടി. പൊടി, ചപ്പാത്തി പൊടി ഇടില്ല. രണ്ടും ആരാണെന്ന് ചേട്ടാ, അത് തന്നെ ഇപ്പൊ വന്നു. മനുഷ്യര് പകർത്തു. രണ്ടും പരത്തുന്നത് മനുഷ്യരാണ്. ഓ, അങ്ങനെ ഏതാണ്ട് പകുതി എത്തിയാ കുഴപ്പമില്ല. രണ്ടും സാധാരണ കിട്ടണല്ലേ? എങ്ങനെ കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളോട് കുഴപ്പിക്കാൻ ഒരു ചോദ്യം ചോദിച്ചു, കേട്ടോണ്ട് അയാള് കിണറ്റിലെടുത്ത് ചാടി. എന്തിനാ? വല്ലാത്തൊരു അഹങ്കാരം തന്നെ അവര്. കുഴപ്പിക്കുന്ന ഒരു ചോദ്യം, ഇത് കേട്ടോണ്ടേ ചാടിയത്. കുഴപ്പിക്കുന്നൊരു ചോദ്യം, അതാണ് ആ വാക്ക്, കുഴപ്പിക്കുക. അതിൽ കയറി പിടിക്കണോ? എല്ലാത്തിനും കിട്ടില്ലല്ലോ. ഓക്കെ, കുഴപ്പിക്കുന്നൊരു ചോദ്യം ചോദിച്ചു, അത് കേട്ടോ എടുത്ത് ചാടി. ഇത് ബന്ധപ്പെട്ട് എന്തിനോട്? വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യം. വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യം അല്ല. ഓക്കെ, കുഴപ്പിക്കുന്നൊരു ചോദ്യം ചോദിച്ചു, അയാൾ കിടത്തിലെടുത്ത് ചാടി. അതെന്തൊരു ചോദ്യോടാ? ചോദ്യം എന്തോ ആയിക്കോട്ടെ, അതെന്തിന് ചാടിയത്? ശരി, കിട്ടാൻ ഒരു ചിലപ്പോ പാടാവാം. മുങ്ങിത്തപ്പായി. ഇതെന്താണ്? അല്ല, ശരിയാണ്, കുളമല്ലല്ലേ, കിണറല്ലേ? ഓക്കെ, മുങ്ങിത്തപ്പാരല്ലെങ്കിൽ പകുതി പോയിന്റ് തരൂ. പറഞ്ഞില്ല ഞാൻ എവിടെ. ഓക്കെ, ഒരാള് കുഴപ്പിക്കുന്ന ചോദ്യം എന്തിനാ? ചോദ്യവുമായിട്ട് എന്തോ ബന്ധപ്പെട്ട് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉത്തരം പറയാനാണ്. ഇല്ല, ഇത് ഞാൻ പറയാം. ആഴത്തിൽ ചിന്തിക്കാൻ. ഓ, എന്റെ ദൈവം, മുങ്ങിത്തപ്പാൻ ഏതാണ്ട്. ഓർത്തിരിക്കണം, ഇനി ആരെങ്കിലും ചോദിച്ചാൽ ഇത് ചോദിക്കണം. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്ന ആരാണ്? കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാ? നല്ല വിഷമമുള്ള ഒരുത്തരായിരിക്കും. ഇതൊരു വസ്തുവാണ്, ഒരു സാധനമാണ്. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുക. കരഞ്ഞുകൊണ്ട്, മനുഷ്യനല്ല, വസ്തുവാണ്. ഒന്ന് ഇമാജിൻ ചെയ്യ്, കരയുമ്പോ നമുക്ക് എന്ത് വരും? കണ്ണീര് വരും. കണ്ണീര് പോലെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്താണ്? ഒരു ഒബ്ജക്റ്റ്. കണ്ണീര് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് എന്തോന്നാണത്? എന്താണ്? മെഴുതിരിയ? അതിറ്റിട്ട് വീടാണത് ഉദ്ദേശിച്ചത്? ഭയങ്കര ചോദ്യങ്ങൾ കേട്ടാ. ആയിക്കോട്ടെ, ഓക്കെ, സെറ്റ്. ആണല്ലേ? ഓക്കെ, ഗുഡ്. കൊറേ വെള്ളമുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്താ? കൊറേ വെള്ളമുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് ABCD. പയ്യ ആലോചിക്കും, ഇങ്ങനെ ആലോചിച്ച് എങ്ങനെ കിട്ടാനാ? ആണോന്ന് ചോദിച്ചാൽ ഇതില് ഇത്രേ ആൽഫബറ്റ്. ഞാൻ ഇങ്ങനെ ABCD പറഞ്ഞു പോവാ, നീ എവിടെയെങ്കിലും ആദ്യത്തെ 10 എണ്ണത്തിൽ ഓർമ്മ. ആദ്യത്തെ 10 എന്ന് പറയുമ്പോ ഒരുപാടുണ്ടല്ലോ. അതെന്തൊരു സാധനോടാ? സാധനം അല്ല, അതെന്ത്, ഏത് ആൽഫബറ്റടാ? അല്ല, ഇത് കിട്ടും സിംപ്ലി. ഇത് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം. ആണോ? ABCD. കിട്ടി. ഓ ദൈവമേ, രക്ഷപ്പെട്ടെ. ഓ, കിട്ടി. ഓ, ഭാഗ്യ. സി, കറക്റ്റ്. എന്റെ ദൈവമേ. അയ്യോ, ആൽഫബറ്റിന്റെ അർത്ഥം കണ്ടുപിടിന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്.
അത് കൊള്ളാം, അത് നല്ല കളിയാണ്, അത് നല്ല കളിയാണ്. ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. കടിച്ചമർത്താൻ പറ്റാത്ത വേദന. കടിച്ചമർത്താൻ പറ്റാത്ത വേദന, വേദന കൊറേ വേദന ഇല്ല ഇതില്. മനോവിഷമോണോ? നല്ലൊരു ക്ലൂ തരാം. ഇങ്ങനെയാ കടിച്ചമർത്താൻ. മനോവിഷമം നമുക്ക് എങ്ങനെ കടിച്ചമർത്താൻ പറ്റും? നമ്മളിങ്ങനെ കടിച്ചമർത്തുന്നു വേദന, കടിച്ചമർത്താൻ പറ്റാത്ത വേദന. ഓക്കെ, നീ എന്താണ് കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി. ക്ലൂവാ. ഏതാ നീ കാണിച്ച ക്ലൂ? ഒന്നുകൂടെ കാണിച്ചേ. നാക്ക് കടിച്ചു പോണതാ, എന്താണത്? കണ്ണുപിടി. പല്ല് വേദന ആണാ? ഓ, നീ ഇത്ര വിഷമിക്കണതിന്. സെറ്റ് സെറ്റ്, മനസ്സിലായി. ഓ ശരിയാട്ടോ, പല്ലുവേദന മുട്ട വേദനയാണ്. ശരിയാണ്. വേദനയല്ല, പിന്നെ ബാക്കിയൊക്കെ നമുക്ക് കൈയൊക്കെ മുറിഞ്ഞതിനോ കല്ല്. ഓ, കടിച്ചമർത്താൻ റിയലിസ്റ്റിക്കലി ആലോചിച്ചു. ഇത് കടിച്ചമർത്തിയ വേദന കൂടും. ഓ അങ്ങനെ. ഓ ബുദ്ധി ഇല്ല, നീ ക്ഷമി. ദൈവമേ, നീ ഒരു 10,000 ചോദ്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. അയ്യോ ഇനിയുണ്ട്. ലോ സ്കൂളിൽ നിന്ന് പഠനം കഴിഞ്ഞിറങ്ങിയ ഒരു വൈദികനെ എന്ത് വിളിക്കും? ഫാദർ. അല്ല, ഫാദർ വൈദികനാണ്. ഓക്കെ, ലോ സ്കൂളിൽ നിന്ന് പഠനം കഴിഞ്ഞിറങ്ങിയ വൈദികൻ. ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ലോ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഫാദർ. ലോ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ അഡ്വക്കേറ്റ് ഫാദർ എന്നാ? അയ്യോ, എനിക്ക് അറിഞ്ഞൂടാ. ഇത് കൂടെ നീ ഇതൊന്ന് ഇന്ന് ചിന്തിച്ചാ കിട്ടും. ഫാദർ ലോയർ. ഫാദർ ലോയർ കൂട്ടിച്ചേർക്കണോ? ഇതിയായി വേണേ ചേർത്തോ, കിട്ടും. ഫാദർ ലോയർ കൂടെ ചേർന്ന് എന്തിനാവിടെ? അത് അതെന്നെയാണോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്. ഫാദർ ഇൻ ലോയ. എന്റെ ദൈവമേ, ഓ മൈ ഗോഡ്. അയ്യോ, കടുപ്പം തന്നെ. അയ്യോ കിളിയാട്ടാ. ശരി, ഞാൻ വളരെ വീക്കാണ്. കുറച്ചൊക്കെ പറഞ്ഞല്ലേ, അവിടെയൊക്കെ പറഞ്ഞേ. ശരിയൊക്കെ പറഞ്ഞു കുറെ ക്ലൂ ഇട്ട് തരുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട്. ഏതാണ്ട് ഉത്തരം പോലെ തന്നെ ക്ലൂ വരുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ട്. എന്തായാലും കൊള്ളായിരുന്നു, കുറച്ച് അറിവ് കിട്ടി. അത് കൊള്ളാം, നല്ലായിരുന്നു. നീ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു, മനസ്സിലാവുന്നുണ്ട്. പിന്നെ അയ്യോ അയ്യോ, അങ്ങനെ നമ്മുടെ ഫൺ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അമ്മേ, നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാം. ഇപ്പൊ ഇത്രയും ചിരിച്ച സ്ഥിതിക്ക് നമുക്ക് കരഞ്ഞൊരു ഇൻസിഡന്റ് ഓർക്കാം. കരഞ്ഞൊരു ഇൻസിഡന്റ്. പോട്ടെ. വാഴയില് കരഞ്ഞ കാര്യം. ഇത് കഴിഞ്ഞില്ലേ? അതില്ലേ, എനിക്ക് ചിലപ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റും. 1-2 ചിലപ്പോ വീട്ടിൽ ഇങ്ങനെ ഒരു സീനൊക്കെ വരുമ്പോ എനിക്ക് റിലേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ എക്സ്ട്രീം സിറ്റുവേഷൻ, എവിടെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ആ ഒരു ഇമോഷൻ ഉൾക്കൊണ്ട് എങ്ങനെ അഭിനയിച്ചത്? അത് ഉൾക്കൊണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, മേ ബി എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ തന്നെ എന്ത് വന്നാലും ആനന്ദും വിപിൻചേട്ടനും അത് നമുക്കൊരു സീൻ എടുക്കുന്നതിന് മുമ്പ് ബ്രീഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ നേരത്തെ നീ പറഞ്ഞ പോലെ തന്നെ, നീ എവിടെയോ ലൈഫിൽ കണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളും ലൈഫിൽ എവിടെയോ കണ്ടുപോയതോ പാസ് ചെയ്തോ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു കാണാം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്കത് റിലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര അപ്രോച്ച്ഡ് ആയിട്ട് ആ സീൻ അങ്ങനെ ചെയ്തതോ അങ്ങനെയൊന്നും അല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് 100% അത് ഞാൻ ലിറ്ററലി സോൺ ഔട്ടാണ് അതിൻ്റെ അകത്ത്. അത് ആ സോൺ ഔട്ട് ആയതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഈ ചുറ്റും നിൽക്കുന്ന നസീർ, കാസ്മിനി ചേച്ചി, അഖിൽ വിനായകൻ, ഇവരെല്ലാവരും അത് എനിക്ക് മേ ബി ഞാൻ പറഞ്ഞില്ല, നമുക്ക് റിലേറ്റ് ആയി പോയത് കൊണ്ടായിരിക്കാം ഞാനത് ശരിക്കും പേടിച്ചതുമാണ്, ശരിക്കും സംഭവിച്ചതുമാണ്. ഞാൻ ചിലപ്പോൾ നേരത്തെ പറയുന്ന നമ്മൾ മുന്നേ കണ്ടത് വീണ്ടും കാണുമ്പോഴത്തേക്ക് അത് സംഭവിച്ചു പോയതാണ്. ആ ഒരു ഹെൽപ്ലെസ്നെസ് ഫീൽ ഇല്ലേ, നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ആ ഒരു അമ്മ എന്ത് ചെയ്യണം, മോൻ വേണോ, നമ്മളെങ്ങനെ ആ ഒരു ഫീലിൽ കൂടെ കൊണ്ടുപോകും. അത് ഭയങ്കര എനിക്ക് അതുകൊണ്ടാണ്. അത് അല്ലാതെ ഞാനത് എനിക്കതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാനും ആ മൂവിയിൽ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഇമോഷണലി നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഇതുപോലെ ഇനിയും ഇമോഷണൽ സീൻ പിടിക്കാനാണോ, അത് എങ്ങനത്തെ കൈൻഡ് ഓഫ് ജോണർ പിടിക്കാനോ താല്പര്യം വരുന്നത്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നതിനോട് എന്നുള്ള ഇൻട്രസ്റ്റ് അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. എന്നാണ് ഒന്ന് നമ്മളും കയറി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്, നമുക്ക് കിട്ടുന്ന എന്ത് പരിപാടിയും ചെയ്യുക. പിന്നെ ഞാൻ ഇനിയിപ്പോൾ ചെയ്തിരിക്കുന്ന പരിപാടികളിലും ഒന്നും റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള, ഇപ്പോൾ വാഴയിലെ പോലുള്ള ക്യാരക്ടറല്ല ഇപ്പോൾ പെറ്റിൽ ചെയ്തിട്ടുള്ളത്. പെറ്റ് എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രീതിയിലുള്ള സാധനങ്ങളാണ്. പെറ്റിൽ ഞാൻ ഭയങ്കര ഹൈപ്പറാണ്, അങ്ങേയറ്റം ഹൈപ്പറാണ്. പെറ്റിൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ റിയൽ ലൈഫുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്യാരക്ടറാണ്. ഭയങ്കര ചാടി നിൽക്കുന്ന, എന്ത് പറഞ്ഞാലും വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. വാഴയിൽ ഭയങ്കര ഇൻട്രോവേർട്ടാണ് ഞാൻ. റിയൽ ലൈഫിൽ ഞാൻ ഭയങ്കര തിരിച്ചാണ് ഞാൻ. വാഴയിൽ ബാക്കിയുള്ള 5 പേരും ചാടി നിന്നാലും ഞാൻ കുറച്ച്
സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് എൻ്റെ അടുത്ത് ചെയ്യുന്ന സമയത്തുള്ള ആനന്ദും വിജയനും പറയും, നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഷൂട്ട് നടക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ബാക്കിയുള്ളവരെ പോലെ തന്നെ കൗണ്ടർ അടിക്കാനും നമ്മളും വിചാരിക്കും കൈന്നിട്ട് പറഞ്ഞല്ല സാരങ്ങളെന്നൊക്കെ. പക്ഷെ നമ്മുടെ അടുത്ത് വന്നിട്ട് വിജയന്റെ അടുത്തിട്ട് പറയും, നീ മിണ്ടണ്ട, ബാക്കിയുള്ളവർ സംസാരിച്ചിട്ട്. ആദ്യത്തെ 2 ദിവസം ഇത് എന്ത് എൻ്റെ അടുത്ത് മാത്രം പറയണേ സംഭവം. പക്ഷെ ആക്ച്വലി ആ 3-4 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് ആ ക്യാരക്ടർ എന്താണ് സാധനം എന്നുള്ള പരിപാടി മനസ്സിലാകുന്നത്. ഓക്കെ, ഇപ്പം മിണ്ടാതിരിക്കും, വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നവനായതുകൊണ്ട് അവൻ ആകെ കുറച്ച് ഓപ്പൺ അപ്പ് ആവുന്ന അവന്റെ ഫ്രണ്ട്സിന്റെ ഇടയിലാണ്. എന്തെങ്കിലും അവൻ ഒരു തെറുപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഫ്രണ്ട്സിന്റെ ഇടയിലാണ്. ഇതൊക്കെ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മുടെ ഇനി ചിലപ്പോ ഒരു ഫ്യൂച്ചറിൽ നായകനായിട്ട് അഭിനയിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ടെന്ന് നീ പറഞ്ഞു, എനിക്കുണ്ടോന്ന് ഉണ്ടോ ചോദിക്കുന്നു ഞാൻ. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അങ്ങനെയല്ല, നായകവേഷം എല്ലാവരുടെ ഒരു ആഗ്രഹമായിരിക്കും. നായകവേഷം അങ്ങനെ ഇല്ല, എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ആഗ്രഹിച്ചിട്ടില്ല. അതാണ് സത്യം. ഉണ്ടെന്ന് വിചാരിച്ചു. ആ ശരി, ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു നായിക കൂടെ വേണം. ഓക്കെ, ആ നായിക ആരാകാനാ താല്പര്യം? അല്ലോ അങ്ങനെ ചോദിച്ചാ പിടിക്കപ്പെട്ട് പറ ചേട്ടാ, എന്തുവാ സിനിമയിലെ ആ ക്രഷിന്റെ പേരങ്ങ് പറ. ഏത് സിനിമയിലെ ക്രഷ് കാണത്തില്ല? അങ്ങനെ നമുക്ക് ഒരുപാട് എല്ലാ നായികമാരെ ഇഷ്ടമാണ്. ഒരുപാട് ആര് വന്നാലും നമുക്ക് സന്തോഷമുള്ളൂ. ലഞ്ച് വരും, ആര് വന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ. സായി പല്ലവി എനിക്ക് ഇഷ്ടമാണ്. സായി പല്ലവിയുടെ ഇഷ്ടമാണ്. സായി പല്ലവി ഓക്കെ, സായി പല്ലവി ഇടയ്ക്ക് 2-3 പേര് ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ട്. നിത്യ മേനോൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ട്. അതെ, അല്ല അങ്ങനെ ഒരു സാധനം വരും. പക്ഷെ എനിക്കങ്ങനെ ഒരു മെയിൻ നായകൻ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കണമെന്നില്ല. കിട്ടണ എന്ത് പരിപാടിയും ചെയ്യാം, അത് ചെറുതോ വലുതോ ഒന്നും നോക്കണം. നായകനായ ഞാൻ ഡിപ്പെൻസ് ആണ്. അത് മാത്രമല്ല ചിലപ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്, എനിക്ക് അങ്ങനെ അതിലോട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. സത്യം. ഡിഫറെന്റ് ആണല്ലോ ആൾക്കാരൊക്കെ നായകവേഷം നോക്കുമ്പോഴത്തേക്ക്. അല്ല, ഇപ്പുറത്തെ ഭാഗത്ത് അപ്പൊ തിരക്ക് കുറവുണ്ട്. അപ്പൊ എനിക്ക് അവിടെയാണ് കുറച്ചുകൂടി, ഞാനും കുറച്ചുകൂടെ നമുക്ക് നമ്മൾ അറിയുന്നത് വളരെ നല്ലതായിരിക്കുന്നു. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഞാൻ അതിന് അയക്കാൻ ഫിറ്റിൻ ആവുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഓക്കെ ഓക്കെ നോക്കാം, നമുക്ക് വരുന്നതനുസരിച്ച് മുന്നോട്ടുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ. അതെ, നമ്മുടെ പരിപാടിയുടെ പേര് ടേണിംഗ് പോയിന്റ് എന്നാണ്. ഓക്കെ, അപ്പം ചേട്ടന്റെ ലൈഫില് ഒരു ടേണിംഗ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അതോ ഉണ്ടാകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ, എങ്ങനെയാണ്? എൻ്റെ ജീവിതത്തിൽ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വരെ എനിക്ക് പല പല ടേണിംഗ് പോയിന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരാളിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, പല ആൾക്കാരുടെയും പറയേണ്ടി വരും. ഒന്ന് ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ സന്തോഷ് ശിവൻ സാറിനെ മീറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ചിലപ്പോൾ ഞാൻ പറയില്ല, സന്തോഷ് ശിവൻ സാറിനെ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ജോബ്, അച്ഛൻ സർവീസ് ചെയ്യുന്നതാണ് മരിച്ചു പോയത്. അപ്പോൾ അച്ഛൻ്റെ ജോബിലോട്ട് എനിക്ക് വേണമെങ്കിൽ കയറാം. പക്ഷേ എനിക്ക് സിനിമ ഇൻട്രസ്റ്റ് ആണ്, ഇത് കയറണോ വേണ്ടി, ഓക്കെ സിനിമ നമുക്ക് നടക്കില്ല, എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല, എന്നാൽ വീട്ടുകാരോ അല്ലെങ്കിൽ വീട്ടുകാരല്ല കുടുംബക്കാർ എന്ന് പറയുന്ന ഫാക്ടേഴ്സ്, ഇവൻ ഇങ്ങനെ നടക്കുന്നു, സിനിമ എന്ന് പറഞ്ഞാൽ നടക്കുന്നു, ഒന്നും ആവണമില്ല എന്ന് പറയുന്ന പോയിന്റിൽ എന്നാൽ അച്ഛൻ്റെ ജോബിലോട്ട് കയറിയാലോ എന്ന് വിചാരിക്കുന്ന പോയിന്റിലാണ് സാറിൻ്റെ അവിടെ നിന്ന് വിളിച്ചിട്ട് സാറിൻ്റെ ടീമിൽ കയറാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു ടേണിംഗ് പോയിന്റാണ്. അതേപോലെ തന്നെ സാറ് തന്നെയാണ് ഈ പറയുന്ന പോലെ അഭിനയത്തിലോട്ട് നീ ഒന്ന് നോക്കണം, സാറിൻ്റെ മനോരഥങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ ടി സാറിൻ്റെ വർക്ക്, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറാണ് എൻ്റെ അടുത്ത്, എനിക്ക് മേക്കിങ്ങിൽ നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ സാറാണ് എൻ്റെ അടുത്ത് പോയി അഭിനയിച്ച് നോക്കൂ, നീ അഭിനയത്തിൻ്റെ ഭാഗത്തും കൂടെ ഒന്ന് കുറച്ച് നാൾ അവിടെ കൊടുത്ത് നോക്കൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയം എന്ത് ചെയ്യണം, ശരി ശ്രമിച്ച് നോക്കാൻ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ ആരെ വിളിക്കണം, എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ നിതീഷിനെ വിളിച്ച് സംസാരിച്ചു. നിതീഷ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട്. അപ്പോൾ നിതീഷിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചേടാ എനിക്ക് അഭിനയിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ നിതീഷ് എന്തായാലും കരിക്കടി കയറി വാന്ന് പറഞ്ഞു. അപ്പോൾ സബ് ഒറിജിനൽസ് എന്നുള്ള പ്ലാറ്റ്ഫോമിലോട്ട് വന്നു. അപ്പോൾ അതൊരു വേറൊരു ടേണിംഗ് പോയിന്റ് ആണ്. ഓക്കെ, വെബ് സീരീസ് മറ്റൊരു ഹോം അതിനകത്ത് ഒരുപാടുണ്ട്. സാവിത്രി, ന്യൂഡി, ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് നമ്മള്. ഞാനും ജോമോനും അനുരാജൊക്കെ സബിന്റെ ബ്രാൻഡാണ്, സബിന്റെ ആൾക്കാരാണ്, സബ് എന്നുള്ള ബ്രാൻഡിന്റെ ആൾക്കാരാണ്, വാക്ക് മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നിതീഷ് ആക്ച്വലി അങ്ങനെ വിളിച്ചത്. അപ്പൊ അതൊരു ടേണിംഗ് പോയിന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ശരി അത് വന്നു, പയ്യെ കുറച്ച് സിനിമകൾ കിട്ടി തുടങ്ങി, കുഞ്ഞു വേഷങ്ങൾ ചെയ്തു തുടങ്ങി, തോൽവി വെബ്സ് ചെയ്ത്, അപ്പോൾ പുരുഷപ്രേതം ചെയ്ത്, അങ്ങനെയുള്ള പടങ്ങൾ കുഞ്ഞു ചെയ്തുകൊണ്ടിരുന്ന പോയിന്റിൽ ഇപ്പോൾ വാഴ പോലൊരു സിനിമയിലോട്ട് ആനന്ദും വിപിൻ ചേട്ടനാണ് എന്നെ വിളിച്ച് സംസാരിക്കുന്നത്. വിപിൻ ചേട്ടനും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു ത്രൂ ഔട്ട് പരിപാടിയുണ്ട്. അപ്പം അതുകൊണ്ടാണ്, വാഴ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വാഴയില്ല. അപ്പം അത് വേറൊരു ടേണിംഗ് പോയിന്റ്. അങ്ങനെ പല ലൈഫിൽ പല ആൾക്കാർ വന്ന് പല ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് എനിക്ക് മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. പ്രെഡിക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ ആണ്, ഒന്നും പ്ലാൻഡ് ആയിട്ടല്ല പോയിട്ടുള്ളത്.
പ്ലാൻ ചെയ്യുന്നതനുസരിച്ചൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്യാറില്ല. ഇല്ല, അങ്ങനെ പ്ലാൻ എന്റെ ചെയ്യാതെ പോണ വന്നതാണ്. വഴിക്ക് പോട്ടെ എന്നുള്ള ഒന്നുമില്ലാണ് ഞാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ പോയിട്ട് സക്സസിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അയ്യോ താങ്ക് യു സോ മച്ച്. തിരിച്ച് വിളിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു താങ്ക് യു. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക്സ്.